ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടുർബേഷൻ തിയറിയാണ്. അതിൽ നമ്മൾ ഹാർമോണിക് പെർട്ടുർബേഷൻ, കോൺസ്റ്റൻറ്റ് പെർട്ടുർബേഷൻ, ദെൻ ബോൺ അപ്രോക്സിമേഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്കാറ്ററിംഗ് ക്രോസ് സെക്ഷൻ കണ്ടു. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ചെയ്തു. നെക്സ്റ്റ് ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടുർബേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് റേഡിയേറ്റീവ് ട്രാൻസിഷൻസ് ഇൻ ആറ്റം ഓർ ഇൻട്രാക്ഷൻ ഓഫ് ആറ്റംസ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. Radiative transitions in atom or interaction of atoms with the electromagnetic field. അപ്പം ഒരു ആറ്റം ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇൻട്രാക്ഷനായിട്ട് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ആറ്റംസിൽ എന്തുണ്ടാവും? ഒരു ട്രാൻസിഷൻ ഉണ്ടാവും. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ. സോ വി ഹാവ് ടു കൺസിഡർ ദ ഹാമിൽട്ടോണിയൻ. സോ നമ്മൾ ആറ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ കൺസിഡർ ചെയ്യണേ, അതായത് ആബ്സെൻസ് ഓഫ് ഫീൽഡ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൻ്റെ ആബ്സെൻസിൽ അതിൻ്റെ ഹാമിൽട്ടോണിയൻ എന്തായിരിക്കും? H is equal to H0, sigma J is equal to 1 to Z 1/2m Pj square plus U. വേറെ ഈ ഒരു സമ്മേഷൻ, ഇതൊക്കെ എന്താണ്? ഈ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആറ്റത്തിന് എത്ര അറ്റോമിക് നമ്പർ എന്ന് പറയാം, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, അതിൻ്റെ മേലൊക്കെ എന്ത് ചെയ്യും? ആ ഫീൽഡിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പം H0 is equal to sigma J is equal to 1 to Z 1/2m Pj square plus U, where U is the potential energy, Pn this term is the kinetic energy of each particle. Put it as equation number n. നമ്മൾ ഇനി പ്രസൻസ് ഓഫ് ഫീൽഡിലുള്ള ഹാമിൽട്ടോണിയൻ കാണാണ്, വിച്ച് ഈസ് H is equal to sigma J is equal to 1 to Z. ഇത് ഓൾറെഡി ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്ത ഹാമിൽട്ടോണിയൻ തന്നെ ആയിരിക്കും. Pj minus E/c A into A of Rjt whole square plus E phi of Rjt plus U. Put it as equation number 2. ഓക്കെ, നമുക്കിതിൽ ഓരോ ടേംസും ഫെമിലിയർ ആണെങ്കിലും ഒന്ന് പറയാം. വേറെ എ എന്താണ്? വെക്റ്റർ പൊട്ടൻഷ്യൽ, വെൻ ഫൈ ഈസ് ദ സ്കാലർ പൊട്ടൻഷ്യൽ ആൻഡ് Pj ഈസ് ദ മൊമെൻറ്റം ഓഫ് ദ jth ഇലക്ട്രോൺ. അപ്പം ഓരോ ആറ്റത്തിലെ ഇലക്ട്രോൺസ് തമ്മിലുള്ള എക്സൈറ്റഡ് റേഡിയേറ്റീവ് ട്രാൻസിഷൻ പറഞ്ഞാൽ വൺ ലെവൽ, ലോവർ ലെവൽ ടു ഹയർ ലെവലിലേക്ക് ട്രാൻസിറ്റ് ചെയ്യും. ഇത് എനർജി ആക്സെപ്റ്റ് ചെയ്ത് സിമിലർലി ആ എനർജി എമിറ്റ് ചെയ്തിട്ട് ഹയർ എനർജി ടു ലോവർ എനർജിയിലേക്കും പോകും. നമ്മളെടുക്കുന്ന ഇക്വേഷനിലുള്ള ഇയും എമ്മും ഈസ് ചാർജ് ആൻഡ് മാസ് ഓഫ് ദ ഇലക്ട്രോൺ റെസ്പെക്റ്റീവ്ലി, ആൻഡ് C ഈസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഓക്കെ, നമുക്കിനി ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇലക്ട്രോ ഫീൽഡ് തിയറിയിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് എക്സ്പ്രഷൻ ഓർ ഇക്വേഷൻസ് അറിയണം. ഇതൊന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, കാരണം നിങ്ങളൊരു മൊഡ്യൂളായിട്ട് ഫസ്റ്റ് സെമ്മിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഇത്രയും റിലേഷൻസ് ഇവിടെ ആവശ്യമുണ്ട്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടേംസ് ഓഫ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലും സ്കാലർ പൊട്ടൻഷ്യലും ടേം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഈസ് ഈക്വൽ ടു -1/c ഇൻറ്റു ∂A/∂t മൈനസ് ∇φ ആൻഡ് B ഈസ് ഈക്വൽ ടു ∇x. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലെ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇൻ ടേംസ് ഓഫ് A ആൻഡ് φ ടേമിൽ എഴുതുന്ന ഈ രണ്ട് എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിയാം. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു അസംഷൻ എടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിന് ഒരു സോഴ്സ് ഉണ്ടാവുമല്ലോ. ഈ സോഴ്സ് നമ്മൾ എടുക്കുന്ന ആ ഒരു റീജിയന് വളരെ ദൂരത്താണ്, ഓർ വിച്ച് ഈസ് ഫാർ അവേ ഫ്രം ദ ആറ്റം. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? വി ക്യാൻ സെലക്ട് φ as equal to 0 ആൻഡ് ഡൈവേർജൻറ്റ് ഓഫ് A is equal to 0. ഈ കണ്ടീഷൻ എങ്ങനെയാണ് വന്നത്? നമ്മൾ എടുക്കുന്ന സോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ആ ഒരു സോഴ്സ് ഈസ് ഫാർ അവേ ഫ്രം ദ, നമ്മൾ ട്രാൻസിഷൻ നടക്കുന്ന ആറ്റത്തിൽ നിന്ന് ഫാർ അവേ ആണ് എന്ന് ചൂസ് ചെയ്യുക. ദാറ്റ് ഈസ് φ is equal to 0 ആൻഡ് ഡൈവേർജൻറ്റ് ഓഫ് A is equal to 0. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 4. അപ്പം നമ്മൾ ഈ ഒരു കേസിൽ നമുക്ക് നമ്മുടെ വേവ് ഇക്വേഷൻസ്, എക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വേവ് ഇക്വേഷൻ ഉണ്ടാവും. ആൻഡ് ദ വെക്റ്റർ പൊട്ടൻഷ്യൽ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ A സാറ്റിസ്ഫൈ ദ വേവ് ഇക്വേഷൻ ആസ് ∇2 A minus 1/c square ∂2 A/∂t square equal to 0. ഇക്വേഷൻ നമ്പർ 5 ഇതെന്താണ്? ഒരു പ്ലെയിൻ വേവ് ഇക്വേഷനാണ്, ഒരു വേവ് ഇക്വേഷനാണ്. ഇതിന് കറസ്പോണ്ടിങ് ഒരു പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഉണ്ടാവും. ആൻഡ് ദ പ്ലെയിൻ വേവ് സൊല്യൂഷൻ ഫോർ ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ A of RT ആസ് A0 into exponential I into K dot R minus omega t plus A0 star into exponential minus I into K dot R minus omega t. Put it as equation number 6. Where A0 നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെക്ടർ ആയിട്ടാണ് എടുക്കുന്നത്. ഈ A0ൻ്റെ സ്പെഷ്യാലിറ്റി എന്നാൽ ഈ A0 is perpendicular to the propagation vector K. And
അങ്ങനെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് കെ ഡോട്ട് എ സീറോ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് വിച്ച് സാറ്റിസ്ഫൈ ദ ലോറൻസ് കണ്ടീഷൻ. ലോറൻസ് കണ്ടീഷനൊക്കെ ഡിസ്കസ് ചെയ്തതല്ലേ. അപ്പോൾ കെ ഡോട്ട് എ സീറോ ഈക്വൽ ടു 0. അപ്പം ഇത്രയും ഓക്കെയാണ്. ഈ ഇക്വേഷൻ നമ്പർ 6 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. വിത്ത് ദ വാല്യൂ ഓഫ് ഒമേഗ ഈക്വൽ ടു സി ഇൻറ്റു മോഡുലസ് കെ. സി ഇൻറ്റു മോഡുലസ് കെ. കെ പറഞ്ഞാൽ എന്താണ്? കെ വെർ കെ ഈസ് ദ പ്രൊപ്പഗേഷൻ വെക്ടർ. അപ്പം നമ്മൾ ഇക്വേഷൻ 1ഉം 2ഉം ഇക്വേഷൻ 1 എന്തായിരുന്നു? ഇൻ പ്രസൻസ് ഓഫ് ഫീൽഡിലും ആബ്സെൻസ് ഓഫ് ഫീൽഡിലും നമ്മൾ ഹാമിൽട്ടോണിയൻ എഴുതിയായിരുന്നു ഇക്വേഷൻ 1 and 2. ഇക്വേഷൻ 1 and 2 നമ്മൾ വി ഓഫ് ടി കണ്ടുപിടിക്കാൻ പോവുകയാണ്. വി ഓഫ് ടി പറഞ്ഞാൽ എന്താണ്? പെർട്ടർബേഷൻ, ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ. വി ഓഫ് ടി ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കാം? പെർട്ടർബ്ഡ് ഫീൽഡ് മൈനസ് അൺപെർട്ടർബ്ഡ് ഫീൽഡ്, എച്ച് മൈനസ് എച്ച് സീറോ, ഫീൽഡിൻ്റെ ഹാമിൽട്ടോണിയൻ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ജസ്റ്റ് കിട്ടുന്നത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഒന്നുമില്ല, ജസ്റ്റ് മൈനസ് ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ആദ്യം ഞാൻ എച്ച് എഴുതി, ദെൻ എച്ച് സീറോ എഴുതി, ഹോൾ മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ദെൻ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പി ജെ മൈനസ് ഇ ബൈ സി എ ആർ ജെ ടി ഹോൾ സ്ക്വയർ ആണല്ലോ, അതിനെ എക്സ്പാൻഡ് ചെയ്യാം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ പി ജെ സ്ക്വയർ വരും. അതായത് സിഗ്മ ജെ ഈക്വൽ ടു 1 to z 1/2m ഫസ്റ്റ് ടേം പി ജെ സ്ക്വയർ വരും. ആ ടേമും ഈ എച്ച് സീറോയിലെ ഫസ്റ്റ് ടേമും ക്യാൻസൽ ആയിപ്പോവും. ബാക്കി ഉണ്ടാവല് ഇതിലെ സെക്കൻഡ് ടേം, ദാറ്റ് ഈസ് 2 into ab എന്നുള്ള ടേമും ദെൻ ബി സ്ക്വയർ എന്നുള്ള ടേമും ഉണ്ടാവും. ദെൻ സെക്കൻഡ് ടേമിലൊരു യു ഉണ്ട്. ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിലെയും പ്ലസ് യു, ദെൻ -2 ഗെറ്റ് ക്യാൻസൽ. ദെൻ ബാക്കി ഉണ്ടാവുന്ന ടേംസ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. സിഗ്മ ജെ ഈക്വൽ ടു 1 to z ഇ ബൈ എം സി, കാരണം ഇവിടെ 2/2 ഉണ്ടാവും. ദെൻ 2 എ ഡോട്ട് ബി വരുന്ന 2ഉം കൂടെ ക്യാൻസലായി. എ ഇൻറ്റു ഓക്കെ എ ഡോട്ട് ബി ആണ് വരിക. അപ്പോൾ പി ജെ ഡോട്ട് എ ആണ് വരിക. ഇത് എ ഡോട്ട് പി ജെ ആയത് എങ്ങനെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പി ജെ ഡോട്ട് എ എന്ന് തന്നെ നിങ്ങൾ ആദ്യം എഴുതാം, ദെൻ ബാക്കി എഴുതാം. അപ്പോൾ പി ഡോട്ട് എ ഇൻറ്റു എ ഓഫ് ആർ ജെ ടി പ്ലസ് ഈ സെക്കൻഡ് ടേം 1/2m ഇ സ്ക്വയർ ബൈ സി സ്ക്വയർ 5 സ്ക്വയർ പ്ലസ് ഇ 5. അപ്പം നമ്മൾ ഒരു അസംഷൻ എടുത്തു. ഇവിടെ ഒരു അസംഷൻ എടുക്കുകയാണ് നമ്മൾ. നമ്മുടെ എൻ്റെ മാഗ്നിറ്റ്യൂഡ് സോഴ്സിൽ നിന്ന് ഫാർ അവേ അല്ലേ നമ്മുടെ എന്തുള്ളത്? സോഴ്സ് ഫാർ അവേ ഉള്ളത്. അപ്പം നമ്മൾ അതിലൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു, 5 0 ആണെന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. അപ്പോൾ ഈ ടേം എന്തായിപ്പോവും? 0 ആയിപ്പോവും, ബിക്കോസ് 5 ഈക്വൽ ടു 0. ആൻഡ് അസ്യൂം ദ വാല്യൂ ഓഫ് എ ഈസ് വെരി സ്മോൾ. വാല്യൂ എ സ്മോൾ ആകുമ്പം എ സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് ചെയ്യാം? നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. അപ്പോൾ ബാക്കി ഉണ്ടാകുന്ന ടേം ഈ മാത്രമേ ഉള്ളൂ. ഇതിൽ പി ഡോട്ട് എ ആയിരിക്കും നിങ്ങൾ എഴുതിയത്. അത് എ ഡോട്ട് പി ആയത് എങ്ങനെയാണെന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഇക്വേഷൻ അറിയാം, പി ഡോട്ട് എ ഈക്വൽ ടു എ ഡോട്ട് പി മൈനസ് ഐ എച്ച് കട്ട് ഡെൽ ഡോട്ട് എ. ഓക്കെ അല്ലേ? ഡെൽ ഡോട്ട് എ 0 ആണ്. കാരണം എന്താണ്? നമ്മൾ ഡൈവേർജൻ്റ് ഓഫ് എ 0 ആയി നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. സോഴ്സ് എന്താണ്? ഫാർ അവേ ഫ്രം ദ ആറ്റ് ആൻഡ് ഡെൽ ഡോട്ട് എ 0, ദാറ്റ് ഈസ് പി ഡോട്ട് എ ഈക്വൽ ടു എ ഡോട്ട് പി. ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പി ഡോട്ട് എ ഈക്വൽ ടു എ ഡോട്ട് പി എഴുതിയിട്ട് നേരത്തത് പി ഡോട്ട് എ ഡോട്ട് പി എഴുതാം. ഓൾറെഡി നിങ്ങൾ എഴുതിയാലും വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ കൊടുത്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ക്രൈറ്റീരിയാസൊക്കെ കണ്ടുപിടിച്ച് എലിമിനേറ്റ് ചെയ്യാനുള്ളതൊക്കെ എലിമിനേറ്റ് ചെയ്തു, നെഗ്ലക്റ്റ് ചെയ്യാനുള്ള നെഗ്ലക്റ്റ് ഒക്കെ ചെയ്ത് നമുക്ക് ലാസ്റ്റ് വി ഓഫ് ടി ഈക്വൽ ടു എന്ത് കിട്ടും? വി ഓഫ് ടി ഈക്വൽ ടു മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to z ഇ ബൈ എം സി ഓഫ് എ ഓഫ് ആർ ജെ ടി ഡോട്ട് പി ജെ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 7. നേരത്തെ കഴിഞ്ഞ കണ്ടീഷൻ. ഇനി നമ്മൾ ഈ ഇക്വേഷൻ 6ലുള്ള എൻ്റെ വാല്യൂ ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 6 in 7. എൻ്റെ എക്സ്പ്രഷൻ ഓർമ്മയില്ലേ? അപ്പം സിഗ്മ ഇതൊക്കെ എടുത്തു, മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to z ഇ ബൈ എം സി, ദെൻ എ 0 ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി അല്ല, അത് കമ്പൈൻ ചെയ്ത് എ 0 ഡോട്ട് പി ജെ ഇ റൈസ് ടു ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി പ്ലസ് നെക്സ്റ്റ് എ 0 സ്റ്റാർ ഇൻറ്റു ഡോട്ട് പി ജെ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 8. ഇതിന് നമ്മൾ വേറെ രീതിയിൽ വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറ്റി എഴുതാം, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റിലേക്ക് ഈ ഇക്വേഷൻ ആവശ്യമുണ്ട്. കാരണം നമ്മൾ ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് വി ഓഫ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമല്ലോ നമ്മുടെ പെർട്ടർബേഷൻ്റെ ഇക്വേഷനല്ലേ. അപ്പം സം സ്മോൾ എൻ്റെ ടേമിലേക്ക് ഇത് മാറ്റി എഴുതാൻ ടെക്സ്റ്റിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ വെച്ച് ഇക്വേഷൻ എഴുതിയിട്ട് ലാസ്റ്റ് ഈ എ 0 എന്നുള്ളത് ഇൻ ടേംസ് ഓഫ് സ്മോൾ എ വെച്ച് എഴുതി അതിൽ തന്നെ ഈ ഒരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്യാം. പി ഈക്വൽ ടു എച്ച് കട്ട് കെ ആകുമ്പം എ 0 ഡോട്ട് കെ 0 ആയിട്ടായിരുന്നു എടുത്തിരുന്നത്. കാരണം രണ്ടിൻ്റെ പെർപെൻഡിക്കുലർ ആയിരുന്ന ഡയറക്ഷൻ, പ്രൊപ്പഗേഷൻ്റെ ഡയറക്ഷൻ. അതിൽ നിന്ന് എ 0 ഡോട്ട് പി ഈക്വൽ ടു 0, ഈ ഫസ്റ്റ് ടേം എന്താ ഇപ്പം 0 ആവും.
ദെൻ A0 സ്റ്റാർ മാത്രമേ ഉള്ളൂ. അവിടെ സ്ക്വയറിലേക്ക് വരുമ്പം ഈ A0 സ്റ്റാർ ഇസ് ഈക്വൽ ടു സം സ്മോൾ ലെറ്റർ എൻ്റെ ടേമിലേക്കൊക്കെ മാറ്റി എഴുതാം. അപ്പോൾ അതൊന്നും ഇവിടെ ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ ഇതിൽ തന്നെ വെച്ചോ. ബാക്കി നമുക്ക് ലാസ്റ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ആ ഒരു സ്മോൾ എൻ്റെ ടേമിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കിട്ടിയ ഈ ഒരു എക്സ്പ്രഷനിലെ V(t), ഈ V(t)ൻ്റെ ഈ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾ മുന്നേ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റൻറ്റ് പെർട്ടർബേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഹാർമോണിക് പെർട്ടർബേഷൻ, ദെൻ മോൺ അപ്രോക്സിമേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഹാർമോണിക് പെർട്ടർബേഷൻ്റെ V(t), പെർട്ടർബേഷൻ V(t) ആയിട്ട് ഇതിനെന്തുണ്ട്? മാച്ച് ഉണ്ട്. അല്ലെങ്കിൽ അതും e⁻k.r e⁻i⁻t അങ്ങനത്തെ ഒരു ടേം അല്ലായിരുന്നു. പ്ലസ് ആദ്യത്തെ ടേം A0 V0 ആയിരുന്നു. V0 e⁻i⁻t പ്ലസ് V0 ഡാഗർ e⁻i⁻t പറഞ്ഞ ടേം അല്ലായിരുന്നു. അതേപോലെ ഇവിടെ A0 e⁻i⁻t. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് വിച്ച് ഈസ് സിമിലർ ടു ദ ഹാർമോണിക് പെർട്ടർബേഷൻ. അല്ലെങ്കിൽ ഹാർമോണിക് പെർട്ടർബേഷൻ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഹാർമോണിക് പെർട്ടർബേഷനിൽ ഡിസ്കസ് ചെയ്ത അതിൻ്റെ പെർട്ടർബേഷൻ V(t) ആയിട്ട് ഇതെന്താണ്? നമ്മുടെ റേഡിയേറ്റീവ് ഫീൽഡിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്മിഷനിലുള്ള V(t) എന്താണ്? സിമിലർ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പം അതേ മെത്തേഡിൽ നമ്മൾ അതിൽ നമ്മൾ എന്തായിരുന്നു ചെയ്തത്? ആദ്യം നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് പെർട്ടർബേഷൻ്റെ ചെയ്തു, ഇക്വേഷൻ എഴുതി, ദെൻ V(t) ഒക്കെ കണ്ടുപിടിച്ചു ചെയ്തതല്ലേ ചെയ്ത്. അതേപോലെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇത് സിമിലർ ആയതുകൊണ്ട് നമ്മളതിൽ ഓൾറെഡി റിസൾട്ട് അവിടെ ഹാർമോണിക് പെർട്ടർബേഷനിലുണ്ട്. അപ്പം നമ്മൾ ആ റിസൾട്ടിലാണ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം എന്താണ്? അത് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? അപ്പം നിങ്ങൾ ആ റിസൾട്ട് എപ്പോഴും ഓർത്ത് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മുതലേ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി, ഇവിടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി V(t) ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി എന്ത് വരും? ഇതിൽ A0യും A0 സ്റ്റാറും ഉണ്ട്. അപ്പോൾ സോ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ ഫീൽഡ്, അതായത് A0 ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ പോയിൻറ്റിങ് വെക്ടർ യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ വി ഹാവ് ടു ഫൈൻഡ് ദ പോയിൻറ്റിംഗ് വെക്ടർ കറസ്പോണ്ടിങ് ടു ദിസ് പ്രോബ്ലം. അപ്പം നമുക്ക് പോയിൻറ്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയണം. എന്താണത്? പോയിൻറ്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ S is equal to some c/4π into E cross B, where C is the velocity of light in vacuum, E and B are the field strength of electric and magnetic field respectively. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 9 കൊടുത്തു. ഈ ലാസ്റ്റ് ഇക്വേഷൻ നമ്പർ 8 കൊടുത്തിരുന്നു കേട്ടോ. ഇതിന് ഇക്വേഷൻ നമ്പർ 9 കൊടുത്തു. സോ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയിൻറ്റിംഗ് വെക്ടർ കണ്ടുപിടിക്കാനാണ് പോവുകയാണ്. അപ്പോൾ നമ്മൾ അത് രണ്ട് ഇക്വേഷൻ കൺസിഡർ ചെയ്യണം, ഇക്വേഷൻ 3യും ഇക്വേഷൻ 6ഉം. ഇക്വേഷൻ 3 നമുക്ക് ഇക്വേഷൻ 3 പറഞ്ഞാൽ എന്തായിരുന്നു? E is equal to -1/c ∂A/∂t minus ∇φ. അതിൽ ∇φ 0 ആയതുകൊണ്ട് E is equal to -1/c ∂A/∂t എന്ന് കിട്ടും. ദെൻ ഇക്വേഷൻ 6ൽ നമ്മൾ തൊട്ട് മുന്നേ എന്ത് കണ്ടുപിടിച്ചിരുന്നു? എൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിരുന്നു അല്ലേ? സം A is equal to A0. അപ്പം ആ വാല്യൂ ഈ ∂A/∂tയിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് E കിട്ടും. ഇക്വേഷൻ 6 എന്തായിരുന്നു? A of RT equal to A0 into exponential I into k.r minus omega t plus A0 star into exponential minus I into k.r minus omega t. ഓക്കെ. അപ്പം നമ്മളത് ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ E is equal to -1/c ∂A/∂t കാണണം. അപ്പം എക്സ്പൊണൻഷ്യലിൻ്റെ ടൈമിൽ മാത്രമേ ടൈം ഫാക്ടർ ഉള്ളൂ. സോ ഇവിടെ -i⍵ വരും. ഓക്കെ അല്ലേ? ദെൻ പ്ലസ് A0 സ്റ്റാർ ഇൻറ്റു എക്സ്പൊണൻഷ്യൽ -i⍵ I into k.r minus omega t. ദെൻ ഓൾറെഡി ഇവിടെ ഒരു മൈനസും ഉണ്ട്, ഇവിടെ ഒരു മൈനസും ഉണ്ട്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് +i⍵ വരും. ഓക്കെ. ഇത് ഡെറിവേറ്റീവ് എടുത്തോണ്ടാണ് ഈ ടേം എക്സ്ട്രാ വരുന്നത്. ദാറ്റ് അതിൽ രണ്ടെന്നും i⍵+i⍵ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ E is equal to i⍵/c A0 into exponential I into k.r minus omega t. then ഈ ടേം മൈനസ് ആവും, -A0 സ്റ്റാർ into exponential -i into k.r minus omega t. put it as equation number 10. ഓക്കെ. ഇനി നമ്മൾ അപ്പം നമുക്ക് ഇക്വേഷൻ 10ൽ E കിട്ടി. ഇനി B കാണണം. B is equal to ∇ x A എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം. വേറൊരു ഇക്വേഷൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് കിട്ടുന്ന B is equal to k×E / k. ഇത് വെക്ടറാണ്, മാഗ്നിറ്റ്യൂഡാണ്. ന്യൂമറേറ്ററിൽ വെക്ടറാണ്, ഡിനോമിനേറ്ററിൽ മാഗ്നിറ്റ്യൂഡാണ്. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 11. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ B11 കിട്ടിയ ബിയും
എസ്സിൽ ഇക്വേഷൻ നമ്പർ എസ് നമ്മൾ എഴുതിയില്ലേ, എസ് ഇസ് ഈക്വൽ ടു സി പൈ 4 പൈ ഇൻറ്റു ഇ ക്രോസ് ബി എന്ന് എഴുതി. അതിൽ ബിക്ക് ഈ ഇക്വേഷൻ നമ്പർ 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു സി ബൈ 4 പൈ ഇൻറ്റു ഇ ക്രോസ് കെ ക്രോസ് സി ബൈ കെ. ഓക്കെ, യൂസിങ് ദ സ്റ്റാൻഡേർഡ് വെക്ടർ ഇക്വേഷൻ എ ക്രോസ് ബി ക്രോസ് സി ഈക്വൽ ടു സം ബി എ സി മൈനസ് സി എ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു സി ബൈ 4 പൈ ഇൻറ്റു കെ ഇൻറ്റു ഇ ഡോട്ട് ടി മൈനസ് ഇ ഇൻറ്റു ഇ ഡോട്ട് കെ. വി ഹാവ് ഇ എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡും കെ പറഞ്ഞാൽ കെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ആയിട്ട് ഇ ഡോട്ട് കെൻ്റെ ടേം 0 ആയിരിക്കും. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു സി ബൈ 4 പൈ കെ ഇൻറ്റു മോഡുലസ് സി സ്ക്വയർ ബൈ കെ. ഓക്കെ അല്ലേ? അപ്പം ഈ എസിൻ്റെ ഈ ഒരു എക്സ്പ്രഷനിൽ ഈ എന്നുള്ളത് നമ്മൾ ഇക്വേഷൻ 10 നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻ 10 ഈ ടേം നമ്മൾ നെക്സ്റ്റ് ഈ ഒരു ഇ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് നെക്സ്റ്റ് ചെയ്യും. സോ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 10 ഫ്രം ദ എബോവ് ഇക്വേഷൻ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എസ് ഇസ് ഈക്വൽ ടു സി ബൈ 4 പൈ കെ ബൈ കെ. വെക്ടറാണ് മുകളിൽ, താഴെ മാഗ്നിറ്റ്യൂഡാണ്. ശ്രദ്ധിക്കുക, ഐ ഒമേഗ സ്ക്വയർ ബൈ സി സ്ക്വയർ എ 0 ഇൻറ്റു ഇ റേസ് ടു ഐ കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി മൈനസ് എ 0 സ്റ്റാർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഹോൾ സ്ക്വയർ. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എസ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയറിന് സ്ക്വയർ എടുക്കുമ്പോൾ മൈനസ് വരില്ല, മൈനസ് ഒമേഗ സ്ക്വയർ 4 പൈ സി സി ക്യാൻസൽ 4 പൈ സി ഇൻറ്റു കെ ബൈ കെ. ദെൻ ഇതിനെ എക്സ്പാൻഡ് എഴുതി, എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തെഴുതി. അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിയുമ്പം സെക്കൻഡ് ടേമിൽ എന്ത് വരും? 2 ടൈംസ് എ ഡോട്ട് ബി അല്ലേ വരിക, 2 ടൈംസ് എ 0 ഇൻറ്റു എ 0 സ്റ്റാർ വരും. ദെൻ ഇ റേസ് ടു ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഈ ഒരു ടേം 2 ടൈംസ് എ 0 സ്റ്റാർ ദാറ്റ് ഈസ് മോഡുലസ് എ 0 സ്ക്വയർ. അപ്പം ആ ടേമിൽ ഒരു മൈനസ് ഉണ്ട്, ബാക്കി 2 ടേമിലും പോസിറ്റീവാണ്, പുറത്തൊരു മൈനസ് ഉണ്ട്. അപ്പം നമ്മൾ ആ മൈനസിനൊന്ന് പുറത്തെടുത്താൽ എങ്ങനെ ഇടും? പുറത്തുള്ള മൈനസും പ്ലസ് ആവും. എസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ സി കെ ബൈ കെ. അപ്പോൾ ഈ ടേമിൽ മാത്രമേ പോസിറ്റീവ് ഉണ്ടാവുള്ളൂ, ബാക്കി 2 ടേമും നെഗറ്റീവ് ആവും. 2 ഇൻറ്റു മോഡുലസ് എ 0 സ്ക്വയർ മൈനസ് എ 0 സ്ക്വയർ ഇൻറ്റു എക്സ്പോണൻഷ്യൽ. ദെൻ 2 സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ 2 ആവുന്ന പറയണ്ടല്ലോ. 2 ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി മൈനസ് എ 0 സ്റ്റാർ സ്ക്വയർ എക്സ്പോണൻഷ്യൽ മൈനസ് 2 ഐ ഇൻറ്റു കെ ഡോട്ട് ആർ മൈനസ് ഒമേഗ ടി. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 12. ഓക്കെ, അപ്പം നമുക്ക് പോയിൻറ്റിങ് വെക്ടർ കിട്ടി. ഈ പോയിൻറ്റിങ് വെക്ടർ കിട്ടിയാൽ നമ്മൾ ആവറേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ് ഓവർ എ പീരീഡ്, നമ്മൾ എടുക്കുന്ന പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. അപ്പോൾ ഒരു പീരീഡിലുള്ള ഇതിൻ്റെ ആവറേജ് മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ആ ഇൻറ്റൻസിറ്റി അത് കാണാൻ വേണ്ടിയിട്ട് ഐ ഓഫ് ഒമേഗ, ഇൻറ്റൻസിറ്റി ഐ ഓഫ് ഒമേഗ is equal to അല്ലെങ്കിൽ ആവറേജ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എസ് ഓവർ എ പീരീഡ് ദാറ്റ് ഈസ് ഇൻറ്റൻസിറ്റി 1/2/1/t ആയിരുന്നു. അപ്പോൾ ടി is equal to 2 ബൈ ഒമേഗ കൊടുത്തു. ഇൻ്റഗ്രൽ 0 to വാല്യൂ എസ് ഡി ടി ഇൻ മോഡുലസിൻ്റെ ഉള്ളിൽ. ഓക്കെ, അപ്പം ഇത്രയും ഐ ഓഫ് ഒമേഗ കിട്ടി. ഇത് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൻസർ ഐ ഓഫ് ഒമേഗ is equal to ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്താൽ കിട്ടുന്ന ഇൻ്റഗ്രേറ്റ് ഓവർ എ പീരീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കെ മാഗ്നിറ്റ്യൂഡ് വരുമ്പോൾ ഇതൊരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും കേട്ടോ. ഓക്കെ അല്ലേ, ഇതൊരു യൂണിറ്റ് വെക്ടർ ആയിരിക്കും. ബാക്കി ഒമേഗ സ്ക്വയർ ബൈ 4 പൈ സി ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ദിസ് അല്ലേ വരിക. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 ടേമിലും എന്താ ഉണ്ടാവുക വെച്ചാൽ എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ നമ്മൾ ഒരു കംപ്ലീറ്റ് പീരീഡ് എടുക്കുമ്പം അതൊക്കെ എന്തായിപ്പോവും? ഒഴിവായിപ്പോവും. ബാക്കി 2 ഇൻറ്റു മോഡുലസ് എ 0 സ്ക്വയർ. പുട്ട് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 13. ഇക്വേഷൻ ഇതാണ് എന്താണ് ആ ഒരു പ്ലെയിൻ വേവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻറ്റൻസിറ്റി. ദിസ് ഈസ് ദ ഇൻറ്റൻസിറ്റി അസോസിയേറ്റഡ് വിത്ത് ദ പ്ലെയിൻ വേവ് ഇൻ ദ പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ഒമേഗ. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് ഇതിൽ ഐ ഓഫ് ഒമേഗ കിട്ടി. ഇതിൽ നിന്ന് എ 0 കണ്ടുപിടിച്ചാൽ നമുക്ക് നേരത്തെ കൊടുത്ത ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഇക്വേഷൻ നമ്പർ 13 എ 0 എന്ത് കിട്ടും? 13 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് എ 0 സ്ക്വയർ is equal to 2 പൈ സി ഐ ഓഫ് ഒമേഗ ബൈ ഒമേഗ സ്ക്വയർ. വേറെ നമ്പറൊന്നും കൊടുക്കണ്ട, ഞാൻ 13 എന്നാണ് കൊടുത്തത്.
ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മോഡുലസ് A0² വി ഓഫ് ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ഹാർമോണിക് പെർട്ടർബേഷൻ ഇക്വലൻ്റ് ആണ് ഈ പ്രോബ്ലം. അപ്പോൾ ആ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഹാർമോണിക് പെർട്ടർബേഷൻ്റെ WI2F അബ്സോർപ്ഷൻ്റെ ടേമാണ്. ഇതേപോലെ നമുക്ക് എമിഷനും ചെയ്യാനുണ്ട്. അപ്പോൾ ചെയ്താലും സെയിം റിസൾട്ട് തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് സിമിലർലി പറഞ്ഞ് ലാസ്റ്റ് എഴുതാം. അപ്പോൾ WI2F of A is equal to 4 into modulus VFI² sin square omega dash t by 2 divided by omega dash, where for absorption omega dash is equal to എന്താണ് omega minus omega fi. അപ്പം ഇവിടെ നമ്മൾ ട്രാൻസിഷൻ്റെ കേസാണ്. അപ്പോൾ ഇവിടുത്തെ ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഫോർ ദ ഇൻട്രാക്ഷൻ ഓഫ് എൻ ആറ്റം ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡിലെ കേസിൽ നമ്മൾ അതിൻ്റെ A0², അതായത് ആ ഒരു ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി വെച്ചും കൂടെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് ഇൻറ്റു ഇൻറ്റൻസിറ്റി, that is WI2F of A is equal to WI2F of A of harmonic perturbation, അതായത് ഈ ടേം ഇൻറ്റു മോൾ A0². ഈ A0² നമ്മൾ ഇക്വേഷൻ 13A കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ 4 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ദാറ്റ് ബിക്കംസ് 8πc ഡിവൈഡഡ് ബൈ h² I of omega by omega² ഇൻറ്റു ഈ MIF² വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതിലൊരു VFI ഇല്ലേ, ഈ VFIക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച V of R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അത് ചെയ്താൽ ജസ്റ്റ് കിട്ടും, ആ ഒരു ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ MIF എങ്ങനെ നമ്മളിവിടെ എഴുതുന്നുണ്ട്, മോഡുലസ് MIF² sin square of half into omega minus omega fi t divided by omega minus omega fi². ഈ omega ഡാഷിന് വാല്യൂ എടുത്തു എന്നേ ഉള്ളൂ. Put it as equation number 14 where MIF is equal to minus E by MC sigma j is equal to 1 to z. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ക്യാപിറ്റൽ എ ഒക്കെ സ്മോൾ എയിലേക്ക് ഇതാക്കും. ദാറ്റ് ഈസ് A0 is equal to mod A0 എന്നുള്ള ഒരു ടേമിലേക്ക് A.Pj എക്സ്പൊണൻഷ്യൽ I into K.Rj ആ e⁻⁰t ഈ ഒരു ഫോമിലേക്ക് വന്നു. ഓക്കെ, അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 15 കൊടുത്തു. MIFൻ്റെ എക്സ്പ്രഷൻ കൊടുത്തു. WI2F ഓഫ് ഇക്വേഷൻ 14 കിട്ടി. അപ്പോൾ നമ്മൾ WI2F ഓഫ് കിട്ടിയാൽ നമ്മൾ എന്തായാലും നെക്സ്റ്റ് പെർട്ടർബേഷൻ ഒക്കെ എന്തായിരുന്നു മെത്തേഡ് ചെയ്ത് ടോട്ടൽ കാണണം. ദാറ്റ് ഈസ് ഇതിൻ്റെ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ നമ്മൾ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി WI2F of A is equal to integral WI2F of A dW. ഓക്കെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലോട്ട് പഠിച്ചിട്ടുണ്ട്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നാം ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട ഈ ഒരു മെത്തേഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. WI2F of A നമുക്ക് പ്രീവിയസ് ഇക്വേഷനിൽ കിട്ടിയല്ലോ, ഇക്വേഷൻ നമ്പർ 50 കിട്ടിയല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു അസംഷൻ എടുക്കുക. അതിലെന്താണ് I of omega by omega² is a slowly varying function of omega ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഇറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ പോസിറ്റീവ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ടേക്കൺ ആസ് ദ ഔട്ട്സൈഡ് ഓഫ് ദ ഇൻ്റഗ്രൽ. ദാറ്റ് ഈസ് WI2F of A is equal to 8πc by h² MIF² I of omega by omega fi² integral minus infinity to infinity sin square omega dash t by 2 into omega dash square d omega dash. അപ്പം സൈൻ സ്ക്വയർ എക്സ് ബൈ x²ൻ്റെ വാല്യൂ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ x² dxൻ്റെ വാല്യൂ എന്തായിരിക്കണം, ഒരു പൈ എന്നുള്ള ആൻസറാണ്. അപ്പോൾ അതാവണമെങ്കിൽ ഇവിടെ ചെറിയൊരു റീഅറേഞ്ച്മെൻറ്റ്, ഇവിടെ d omega dash മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻ്റെ ഒരു t/2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിൽ t/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, മീൻസ് ന്യൂമറേറ്ററിൽ ഒരു t/2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം ആ ഒരു ഇൻ്റഗ്രേഷൻ നിങ്ങൾ സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ എഴുതാം, ഞാൻ എഴുതിയിട്ടില്ല. ദെൻ അത് വെച്ച് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി WI2F of A is equal to 4π² c by h² MIF² I of omega fi t divided by omega fi² 16. ഈ വാല്യൂ പൈ ആവും, ഇവിടെ π² വന്നു. ഇക്വേഷൻ നമ്പർ 16. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് ടൈം ദാറ്റ് ഈസ് dW of AI2F ഡിവൈഡഡ് ബൈ dt ടി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 4π² c by h² omega fi² മോഡുലസ് MIF² I of omega fi which can be called as WD of AI2F. Put it as equation number 17. അപ്പം ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ട്രാൻസിഷൻ ഫ്രം I2F ദാറ്റ് ഈസ് ലോ അബ്സോർപ്ഷൻ അല്ലേ. അപ്പം ലോവർ എനർജിയിലുള്ള ഒരു
ആറ്റം ഒരു ലോവർ എനർജി ടു ഹയർ എനർജി. അപ്പോൾ ഇത് കറസ്പോണ്ട് ടു അബ്സോർപ്ഷൻ ആണ്. സിമിലർലി ഇതേപോലെ നമുക്ക് എമിഷൻ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞില്ല നേരത്തെ ചെയ്ത പോലെ നമ്മൾ എമിഷൻ്റെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എമിഷൻ്റുമായിട്ട് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ആ ഒമേഗ മൈനസ് ഒമേഗ എഫ് ഐക്ക് പകരം പ്ലസ് ആണെന്നുള്ള ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഹാർമോണിക് പെർട്ടർബേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രണ്ട് ഇക്വേഷൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇതേ മെത്തേഡിൽ വന്നാൽ നമുക്ക് സെയിം എക്സ്പ്രഷൻ തന്നെ കിട്ടുക. അപ്പോൾ നമുക്ക് സിമിലർലി ഇതേപോലെ നമുക്ക് എമിഷൻ്റെ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല സെയിം ഇക്വേഷൻ തന്നെ കിട്ടുക. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എഴുതുന്നില്ല, ഞാൻ സിമിലർലി പറഞ്ഞാണ് എഴുതുന്നത്. അതായത് നമ്മൾ സിമിലർലി ഫോർ എമിഷൻ മീൻസ് ഹയർ എനർജി ടു ലോവർ എനർജി. ഹയർ എനർജി എന്ന് ഒരു ആറ്റം ലോവർ എനർജിയിലേക്ക് പോവുകയാണ്. അതിൻ്റെ പെർ യൂണിറ്റ് ടൈമിലുള്ള that is WD of E of I2F, that is dW I2F of E by dt. ആദ്യം W I2F കാണുക. അപ്പം ഇൻറ്റൻസിറ്റിയോട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇൻറ്റു മോഡുലസ് A0 സ്ക്വയർ. ദെൻ അത് ചെയ്ത് വന്നിട്ട് അപ്പോൾ നമുക്ക് W I2F of E കിട്ടും. ദെൻ ടോട്ടൽ ട്രാൻസിഷൻ പ്രോബബിലിറ്റി കാണാൻ വേണ്ടിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിലൊരു T എന്നുള്ളത് നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെയാണ്. ആകെ ഡിഫറൻസ് അവിടെ പ്ലസ് മൈനസ് ഉള്ളത് ഇവിടെ പ്ലസ് ഉണ്ട് എന്നുള്ളത് ഒക്കെ നമ്മൾ ഒമേഗ ഡാഷ് വെച്ചല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതൊന്നും ഒരു വിഷയമല്ല. അപ്പം ആ ഒരു എക്സ്പ്രഷന് ഇക്വേഷൻ 18 കിട്ടും. അപ്പോൾ ഇക്വേഷൻ 18 നേരത്തെ എഴുതിയ ഇക്വേഷൻ 17 നമുക്ക് എന്ത് കിട്ടും? രണ്ടും ഈക്വൽ ആണെന്ന് കിട്ടും. ദാറ്റ് ഈസ് റേറ്റ് ഓഫ് ട്രാൻസിഷൻ ഇൻഡ്യൂസ്ഡ്, അതായത് അബ്സോർപ്ഷന് വേണ്ട, അതായത് ലോവർ എനർജി ടു ഹയർ എനർജിയിലേക്ക് വേണ്ട ട്രാൻസിഷനും ഹയർ എനർജി ടു ലോവർ എനർജിയിലേക്കുള്ള ട്രാൻസിഷനും എന്താണ്? ഈക്വലാണ്. സിമിലർലി ഇത് നമുക്ക് വേറൊരു ഇതിലെങ്ങനെ പറയാം? ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫീൽഡ് ഇൻഡ്യൂസസ് ദ ട്രാൻസിഷൻ സ്റ്റേറ്റ് യു ഐ, ദാറ്റ് ഈസ് ഇനീഷ്യൽ സ്റ്റേറ്റ് യു ഐ ടു യു എഫ് ഈസ് സെയിം ആസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ ഫീൽഡ് ഇൻഡ്യൂസസ് ദ ട്രാൻസിഷൻ യു എഫ് ടു യു ഐ. അതായത് യു എഫ് മീൻസ് ഫൈനൽ എന്ന് ഉദ്ദേശിച്ച ഇവിടെ ഹയർ എനർജി ലെവലാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള റേറ്റിൻ്റെ അതേ പ്രോബബിലിറ്റി തന്നെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഉള്ളത്. ഈ ഒരു ഈക്വാലിറ്റി അല്ലെങ്കിൽ ഇതിനെയാണ് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഡൈഇലക്ട്രിക് ബാലൻസ്. രണ്ടിൻ്റെയും പ്രോബബിലിറ്റി ലോവർ ടു ഹയറും, അതായത് യു ഐ എന്നുള്ള ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് യു എഫ് എന്നുള്ള ഫൈനൽ അല്ലെങ്കിൽ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് പോകാനുള്ള ട്രാൻസിഷൻ പ്രോബബിലിറ്റി തന്നെയാണ് എങ്ങോട്ടും യു എഫ് എന്ന് യു ഐയിലേക്കും. ഇതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡൈഇലക്ട്രിക് ബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ പ്രിൻസിപ്പിൾ ഓഫ് ഡൈഇലക്ട്രിക് ബാലൻസിൽ രണ്ട് പ്രോബബിലിറ്റിയും ഈക്വൽ ആണെങ്കിലും ഇത് തമ്മിലുള്ള ഇൻറ്റൻസിറ്റിയിൽ മാറ്റം ഉണ്ടാവും. ഇൻറ്റൻസിറ്റിയിൽ മാറ്റം പറഞ്ഞാൽ ലോവർ ടു ഹയറിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതൽ ദാൻ യു എഫ് ടു യു ഐ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻറ്റൻസിറ്റി ആ ഒരു ലെവലിലെ ഇനീഷ്യൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പം എപ്പോഴും ലോവർ ലെവലിലായിരിക്കും പാർട്ടിക്കിൾസ് കൂടുതൽ ഉണ്ടാവുക. സോ ഇനീഷ്യൽ ലെവലിൽ ഇവിടെ എക്സൈറ്റഡ് ലെവൽസ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും. അപ്പം ഈ ഒരു ട്രാൻസിഷൻ ആയിരിക്കും ഇൻറ്റൻസിറ്റി കൂടുതൽ. അപ്പം ലേസർ, മാസേഴ്സ് പറഞ്ഞ സ്പെക്ട്രോസ്കോപ്പി അങ്ങനത്തെ ലേസറൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോയെന്നില്ല, നമുക്കൊക്കെ ഫോർസമിൽ ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊക്കെ ഏകദേശം പ്രിൻസിപ്പിളൊക്കെ എന്താണ് സെയിം ആണ്. കാരണം ഇനീഷ്യൽ എപ്പോഴും നമ്മൾ എപ്പോഴും പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് അവിടെ ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് അറിയാം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡൈഇലക്ട്രിക് നോക്കുക. അപ്പോൾ പക്ഷെ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണ്? സെയിം അല്ല. ഇൻറ്റൻസിറ്റി എപ്പോഴും യു ഐ ടു യു എഫ് ആണ് കൂടുതൽ എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ ഇത്രയാണ് എന്തിൽ പഠിക്കാനുള്ളത്? റേഡിയേറ്റീവ് ട്രാൻസ്മിഷനിൽ പഠിക്കാനുള്ളത്. അപ്പം ഈ ഭാഗം നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.